മനുഷ്യന് ഈ കരുണ എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇട്ടുകൊടുത്തിട്ടില്ല എങ്കിൽ ആരും ആരെയും സഹായിക്കില്ല. ആഫ്രിക്കയിലൊക്കെ നമ്മൾ പോകുമ്പോൾ 30% ആളുകൾ ഇമ്മൻസീവ്ലി റിച്ചാണ്, വലിയ പൈസക്കാരാണ്. നമ്മുടെ നാട്ടിൽ ഒരൊറ്റ യൂസഫ് അലി സാഹിബൊക്കെ അല്ലേ ഉള്ളൂ. പക്ഷെ അവിടെ കാണുന്നവർ മുഴുവൻ യൂസഫ് അലി സാഹിബായിരിക്കും. കാരണം അവർ ഗോൾഡും ഡയമണ്ടും ഇതൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ അവിടെ ബാക്കി 70 അല്ലെങ്കിൽ 80% വരുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചൊരു സഹായവും കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. കാരണം ആ ആളുകൾ എന്നും അങ്ങനെ തന്നെ നിൽക്കണമെന്നാണ് ഈ സമ്പന്നരായ ആളുകളുടെ ഒരു രീതിശാസ്ത്രം. കാരണം അങ്ങനെ പച്ചപ്പാവങ്ങൾ ഉണ്ടാകുമ്പോഴേ നമുക്കെപ്പോഴും കുബേരന്മാരായി കഴിയാൻ പറ്റൂ എന്നതൊരു ഫിലോസഫിയാണ്, ഒരു തത്വശാസ്ത്രമാണ്. ഇന്ത്യ സർക്കാർ ഒരു വേള നമ്മളെ കൊണ്ടുപോകാൻ ശ്രമിച്ചതും അതിലേക്കാണ്. ഇന്ത്യയിൽ ഇനി നിങ്ങൾ നോക്കിക്കോ, അതിസമ്പന്നരുണ്ടാകും, പച്ചപ്പാവങ്ങളുണ്ടാകും. അതിൻ്റെ ഇടയ്ക്കുള്ള ആൾക്കാരൊക്കെ വളരെ കുറയും. നമ്മൾ ഈ സാധാരണക്കാരായ പറ്റത്താഴെയല്ലാത്ത എന്നാൽ ആവറേജുകാരായ ആളുകൾ ഉണ്ടായതുകൊണ്ടാണ് ഈ സഹായങ്ങളൊക്കെ നടക്കുന്നത്. ഇന്ത്യയിലെ 2 ബിസിനസ്സുകാർ, പല ബിസിനസ്സുകാരുണ്ടാകും, അവരുടെ സമ്പത്തിൻ്റെ പാതി കൊടുത്തിട്ടുണ്ട് രത്തൻ ടാറ്റ മനുഷ്യരെ സഹായിക്കാൻ വേണ്ടിയിട്ട്. തൻ്റെ മൊത്തം 2.25 ലക്ഷം കോടിയിൽ നിന്ന് 1.25 ലക്ഷം കോടിയും കൊടുത്തിട്ടുണ്ട് അസീം പ്രേംജി. ഇനി അദ്ദേഹം മരിച്ചു കഴിഞ്ഞാലാണ് അദ്ദേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക. അദ്ദേഹം ഒരു മുസൽമാനാണെന്നും കൂടി പലർക്കും അറിയില്ല. വിപ്രോയുടെ ചെയർപേഴ്സൺ അസീം പ്രേംജി 1.25 ലക്ഷം കോടി ഇന്ത്യയിലെ ജനതയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതിന് അദ്ദേഹം മരിച്ച കണക്കുകൾ വരും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു രീതിയിൽ ആളുകൾക്ക് കാരുണ്യം ഉള്ളിലുണ്ടാകുമ്പോൾ എന്തുകൊണ്ട് അദാനിയെ ചർച്ച ചെയ്യുന്നില്ല, എന്തുകൊണ്ട് അംബാനിയെ ചർച്ച ചെയ്യുന്നില്ല? അതിനേക്കാൾ സമ്പത്ത് അവരുടെ കയ്യിലുണ്ട്. പക്ഷേ മനുഷ്യരെ സഹായിക്കണമെന്നല്ല, മനുഷ്യരെ ചൂഷണം ചെയ്യണമെന്നാണ് മിക്കവാറും അവരൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പം സമ്പത്തുണ്ടായത് കൊണ്ട് നമ്മൾ ആളുകളെ സഹായിക്കില്ല. നമ്മളെപ്പോഴും സഹായഹസ്തം നീട്ടുന്നത് കാരുണ്യഹസ്തം ഉണ്ടാകുമ്പോഴാണ്, നമ്മുടെ ഉള്ളിൽ ഒരു കരുണയുണ്ടാകുമ്പോഴാണ് നമുക്ക് ആളുകളെ സഹായിക്കാൻ തോന്നുക. ആ ഒരു രീതിശാസ്ത്രത്തെയാണ് ഇവിടെ CH സെൻ്ററിൻ്റെ പേരിൽ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും തോന്നും ഞങ്ങളിതിൻ്റെ സഹായം പറ്റാൻ വേണ്ടി വന്നവരാണ്. അങ്ങനൊരു ചിന്തയും ഒരാൾക്കും ഉണ്ടാകരുത്. ലോകത്തിലെ പ്രശസ്തമായ ഒരു ആലിമിൻ്റെ ഒരു വാക്കുണ്ട്, ഈ സമൂഹം ഉയരങ്ങളിലേക്ക് പോകണമെങ്കിൽ സമ്പന്നരുടെ സമയവും പാവപ്പെട്ടവരുടെ സമ്പത്തും അതിലുണ്ടായിരിക്കണം. കാരണം സമ്പന്നർക്ക് തരാൻ പറ്റാത്തൊരു സാധനം സമയമാണ്. തിരക്ക് പിടിച്ച ആളുകൾക്ക് സമയം തരാൻ കഴിയില്ല, അവരതും തരണം. പാവപ്പെട്ടവരുടെ കണ്ണീരോടെയുള്ള പൈസയും ഉണ്ടാകണം. ഉദാഹരണത്തിന്, ഒരു വലിയ സമ്പന്നൻ വലിയൊരു പള്ളി കയറ്റിയെന്ന് വെക്കുക. അതിസമ്പന്നനായ ഒരാൾ ഒരു 5 കോടി രൂപയുടെ ഒരു പള്ളി കയറ്റി. എന്നിട്ട് അയാൾ വാശി പിടിക്കുകയാണ്, എൻ്റെ പേര് തന്നെ അതിൽ വെക്കണം എന്ന് വാശി പിടിച്ചാൽ ആ 5 കോടിയും പോയി. അയാൾക്ക് പിന്നെ ആ ബിൽഡിങ്ങേ ഉണ്ടാകൂ, പള്ളിയുടെ പ്രതിഫലം കിട്ടൂല. കാരണം അയാളുടെ പേരിൽ അറിയപ്പെടാനാണ് പള്ളി കയറ്റിയത്. വഖഫ് എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കലാണ്. പിന്നെ അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യലില്ല. നമ്മളൊരു പള്ളി ഉണ്ടാക്കിയാൽ വഖഫ് ചെയ്താൽ പിന്നെ നമ്മളതിൻ്റെ അധികാരിയല്ല, പിന്നെ അധികാരം പറഞ്ഞുകൊണ്ട് പോകാനും പാടില്ല. എന്നാൽ ഒരു പാവം മനുഷ്യൻ ഹൗലിലേക്ക് ഇങ്ങനെ എത്തി നോക്കുമ്പോൾ കോപ്പകൾ കുറച്ച് കുറവാണ്. ഇങ്ങനെ കാലിലേക്ക് വെള്ളമെടുത്തൊഴിക്കാൻ കോപ്പകൾ കുറവാണ്. ഇയാൾ മിണ്ടാതെ പോയി ഒരു കടയിൽ നിന്ന് ഒരു ചെറിയ കോപ്പ വാങ്ങി, അയാളടുത്ത് അതേ ഉള്ളൂ, 50 രൂപയുടെ ഒരു കോപ്പ വാങ്ങി അയാൾ ആ ഹൗദിൽ കൊണ്ടുവന്നിട്ടാൽ മേ ബി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പള്ളി കയറ്റിയവനേക്കാൾ പ്രതിഫലം ഇവനിക്കായിരിക്കും കൊടുക്കുക. നിസ്കാരം ഇപ്പോൾ ബാങ്ക് കൊടുത്തു, നിസ്കാരത്തെ ഗൗനിച്ചുകൊണ്ട് ചെയ്യുന്നവൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് ഒരുപാടുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ട് പറയാട്ടോ, ഞാൻ ഓരോന്നിങ്ങനെ പറഞ്ഞു പോവാണ്. ലോകത്തിലൊരു മഹാപണ്ഡിതൻ ഒരു വലിയ ഫോട്ടോയുടെ പിന്നിൽ എഴുതി വെച്ചു. അദ്ദേഹം അത് ഫേസ്ബുക്കിലൂടെ നിങ്ങളന്ന് കണ്ടിട്ടുണ്ടാവും. ഏകദേശം ഒരു 30, 40, 50 നിലയുടെ എണ്ണ എനിക്ക് ഓർമ്മയില്ല. വലിയൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ വാർപ്പ് നടക്കുകയാണ്. വാർപ്പ് നടക്കുന്ന സമയത്ത് ആ വാർപ്പിൻ പണിക്ക് പണിയെടുക്കുന്നൊരു പാവം മനുഷ്യൻ ഇങ്ങോട്ട് താഴത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. കാരണം മൂപ്പരുടെ ളുഹർ നഷ്ടപ്പെടാൻ പോവാണ്, ളുഹറോ അസ്റോ ഏതോ നിസ്കാരം നഷ്ടപ്പെടാൻ പോവാണ്. അതുകൊണ്ട് അവിടെ കൂലിപ്പണി ചെയ്യണം അയാൾ. അതുകൊണ്ട് നീണ്ടു നിൽക്കുന്ന അത്രയും വലിയ ബിൽഡിങ്ങിലേക്ക് കയറ്റുന്ന ലിഫ്റ്റിൻ്റെ അവസ്ഥ എന്താ നിങ്ങൾക്കറിയാമല്ലോ, ക്രെയിനിൻ്റെ. ആ ക്രെയിനിൻ്റെ അതിലൂടെ നടന്നു പോയ ആ ക്രെയിനിൻ്റെ തലപ്പത്ത് നിന്നിട്ട് നിസ്കരിക്കുന്ന ഫോട്ടോയാണ് കണ്ടത്. പത്രക്കാരത് കോട്ട് ചെയ്തപ്പോൾ ലോകത്തിലെ മഹാപണ്ഡിതൻ എഴുതി വെച്ചു,
ഒരു പക്ഷേ, അവിടെയും ആ വാക്ക ഉപയോഗിച്ചത്, ഒരു പക്ഷേ ഹറമിൽ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ അള്ളാഹു പ്രതിഫലം ഈ നിസ്കാരത്തിന് നൽകുമെന്ന്. കാരണം അത്രമാത്രം നിസ്കാരത്തെ ഗൗനിച്ചതുകൊണ്ട്. ഇതേപോലെയാണ് നമ്മൾ പാവപ്പെട്ട ആളുകൾ ഇതിനെ എങ്ങനെ കാണണമെന്നറിയോ? ഞങ്ങളെ സഹായിക്കാൻ ഒരു കേന്ദ്രം വന്നിരിക്കുന്നു എന്നതല്ല, എനിക്കിതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ഓരോരുത്തരും നിങ്ങളെക്കൊണ്ട് നിർബന്ധമായി പിരിപ്പിക്കാനൊന്നുമല്ല ഇവിടെയുള്ളവർ ഒരിക്കലും തുനിയുന്നത്. പക്ഷേ നമ്മുടെ മനസ്സങ്ങനെയായിരിക്കണം. ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കാറുണ്ട്, ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ മഹല്ല്, ഞങ്ങളുടെ മഹല്ല് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ദർസോദി പഠിച്ച മഹല്ലാണ് കോന്നല്ലൂർ. അതിന് നേരപ്പുറത്തെ മഹല്ലാണ് കുറുമ്പത്തൂർ. ആ കുറുമ്പത്തൂരിൽ വലിയ പള്ളി നിർമ്മാണം നടക്കുകയാണ്. ആ മഹല്ലുകാർ തന്നെ കയറ്റണമെന്ന ഒരു ചിന്തയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവിടുത്തെ അന്നത്തെ പ്രസിഡൻറ്റിനോട് ചോദിച്ചു, ഞാൻ എന്തെങ്കിലും ഒരു പൈസ തന്നോട്ടെ, ഞാൻ ആ മഹല്ലെന്ന വിവാഹം കഴിച്ചിട്ടുള്ളത്, അവിടെ ഞാൻ എന്തെങ്കിലും ഒന്ന് തന്നോട്ടെ എന്ന് ചോദിച്ചു. ഉടനെ തന്നെ പറഞ്ഞു, ഇല്ല, നിങ്ങളടുത്ത് നിന്ന് മാത്രം വാങ്ങി അവിടെ വിഷയമാവും, കാരണം ഞങ്ങൾ മഹല്ലുകാരനത് തീർക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അവിടെ ഞാൻ അപ്പുറത്തെ മഹല്ലുകാരനാണ്, അപ്പോൾ പിന്നെ പലരും എന്താവും അതിലേക്ക് വരും, അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത്രയും പൈസ 3-3.5 കോടി രൂപ വേണം, ഇത്രയും പൈസ എങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കാൻ കണ്ടിട്ടുള്ളതെന്ന് ചോദിച്ചു. ഉടനെ തന്നെ അദ്ദേഹം കോൺഫിഡൻസോട് കൂടി പറഞ്ഞത്, ഞങ്ങളെ സ്ത്രീകളില്ലേ ഈ നാട്ടിൽ നിന്നാണ്, ഞങ്ങളെ പെണ്ണുങ്ങളുണ്ടല്ലോ ഈ നാട്ടിൽ നിന്നാണ്. അതുപോലെ തന്നെ സംഭവിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഹൈദർ അലി ശിഹാബ് തങ്ങൾ നാളെ ഉദ്ഘാടനം ചെയ്യാൻ വരാനിരിക്കെ സ്ത്രീകൾക്ക് ഇന്നത് തുറന്നു കൊടുത്തു കാണാൻ വേണ്ടിയിട്ട്. എല്ലാവരും അത് കാണുമ്പോൾ ഒരുപാട് ഉമ്മാമ്മമാർ ആ തൂണിൽ പിടിച്ച് കരയുന്നുണ്ടായിരുന്നു, ആ ചുമരിൽ തൊട്ട് കരയുന്നുണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ ചുമരിൽ എവിടെയോ എൻ്റെ ചെയിനുണ്ട്, ഈ കാണുന്ന തൂണിൽ എവിടെയോ എൻ്റെ കമ്മലുണ്ട്. അതായിരുന്നു ആ കരച്ചിലിൻ്റെ അർത്ഥം. അപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നാടൊരുങ്ങുന്ന സമയത്ത് എല്ലാവരും മനസ്സുകൊണ്ട് അതിലേക്ക് ഒരുങ്ങുക എന്നതാണ്. അല്ലാതെ CS സെൻ്ററിൻ്റെ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ സെക്രട്ടറി അല്ലെങ്കിൽ വാവൂരിലെ മഹലിൻ്റെ ആളുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ ആളുകൾ, ലീഗിൻ്റെ ആളുകൾ ഇത് നടത്തട്ടെ, ഞങ്ങളൊന്നും അതിലേക്കില്ല എന്ന മനസ്ഥിതി ഉണ്ടാകരുത്. നമ്മളെക്കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട്, നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ, ഇതിലൊരുപാട് ബിസിനസ്സുകാരുണ്ടാവും. ബിസിനസ് തുടങ്ങുമ്പോൾ സ്വന്തം പിതാവിനെ അതിൽ പാർട്ട്ണറാക്കി ചേർത്താൽ അദ്ദേഹം അതിൻ്റെ കണക്കൊന്നും നോക്കാനൊന്നും വരില്ല. 1% നമ്മുടെ പിതാവിന് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിച്ച, അതിനുവേണ്ടി കുറേ ഗൾഫിൽ പോയി ഒരുപാട് അധ്വാനിച്ച, നമ്മളെ കാണാതെ ജീവിച്ച, നമുക്കൊക്കെ 5-10 വയസ്സുള്ള സമയത്ത് ആ പാപത്തിന് ഒരുപാട് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതൊന്നുമില്ലാതെ ഇന്ന് പിന്നെ വാട്സപ്പ് കോൾ വിളിച്ചിട്ട് തൽക്കാലമെങ്കിലും ഒന്ന് കാണാം. അന്ന് കത്തയച്ചാൽ 1 മാസം കഴിഞ്ഞിട്ടെത്തുന്ന കത്തിൻ്റെ മറുപടിയിൽ എന്താണ് മറുപടി എന്ന് പോലും അറിയാതെ കാത്തിരുന്ന ഇവരെപ്പോലെയുള്ള ആളുകൾ അന്ന് ലാഞ്ചിക്ക് കയറിപ്പോയിട്ടുള്ള ഗൾഫുണ്ട്. ആ ഗൾഫിലുള്ള സഹോദരങ്ങൾ ഇപ്പോൾ ഇതാ എൻ്റെ പിൻതലമുറക്കാർ ഇവിടെ ഇരിക്കാം. ഈ സഹോദരങ്ങൾ അവരുടെ മക്കളൊരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അതിൽ 1% തൻ്റെ പിതാവിനുണ്ടെങ്കിൽ ആ പിതാവ് എത്ര അഭിമാനിയാണെന്നറിയോ? കാരണം ഒരു മകൻ്റെ പൈസയ്ക്ക് വേണ്ടി കാത്തിരിക്കാതെ എൻ്റെ മകൻ്റെ ബിസിനസ്സിലുമുണ്ട് എനിക്കൊരു പങ്ക് എന്നുള്ള ചിന്തയിലാകുമ്പോൾ ഫുത്തിഹത്ത് അബ്വാബുസ് സമാ, ആകാശത്തിൻ്റെ കവാടങ്ങൾ അല്ലാഹു നമുക്ക് വേണ്ടി തുറക്കപ്പെടും. കാരണം ബർക്കത്തിൻ്റെ വേറൊരു ലോകമാണ്. എൻ്റെ ഒരു സുഹൃത്തുണ്ട് വടകരയിൽ, അദ്ദേഹം ഏകദേശം 65ഓളം ഷോപ്പുകളുണ്ട് ഖത്തറിലും ഒമാനിലൊക്കെ ആയിട്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ ഷോപ്പുകളും ഉദ്ഘാടനം ചെയ്യാൻ 75 വയസ്സോളമുള്ള ഉമ്മയെ ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് കൊണ്ടുപോകലാണ്. പല ആൾക്കാരും ഉദ്ഘാടകരുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് അറബികളായിട്ട് പരിചയമുണ്ട്. അറബികളും എല്ലാവരുമൊക്കെ 10 മണിക്ക് വരുന്നതിന് മുമ്പേ രാവിലെ 6 മണിക്ക് കത്രിക കൊണ്ടത് കട്ട് ചെയ്യുന്നത്, കരഞ്ഞുകൊണ്ട് കട്ട് ചെയ്യുന്നത്, അഥവാ തൻ്റെ മകൻ്റെ സ്ഥാപനത്തിൻ്റെ പുരോഗതി കണ്ട് വിഷമം കൊണ്ട് അതിങ്ങനെ, അത് മനസ്സിൽ സന്തോഷത്തിൻ്റെ വിഷമം കൊണ്ട് കട്ട് ചെയ്യുന്നത് ഈ പാവം ഉമ്മയാണ്. ഞാനിത് പറയാനുള്ള കാരണം, മാതാപിതാക്കളെ സ്നേഹിച്ചുകൊണ്ട് ആരൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടോ അവരെയൊക്കെ അള്ളാഹു വളർത്തുന്നത് പോലെ മനുഷ്യരെ സ്നേഹിക്കാൻ വേണ്ടി എനിക്ക് സമ്പത്ത് തരണേ എന്ന് ഒരാൾ നെയ്യത്ത് വെച്ച് കച്ചവടമോ ബിസിനസ്സോ എന്ത് തുടങ്ങിയാലും അള്ളാഹു അതിലുള്ള വഴികൾ തുറന്നു തരുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ നിയ്യത്ത് ആളുകളെ സഹായിക്കാൻ എന്നതായിരിക്കണം.